Hi guys, welcome back to Pixows. I am basil ameen. അപ്പോൾ ഇന്ന് നമ്മളോട് പറയാൻ പോകുന്നത് ഫോട്ടോക്ക് ഫ്രെയിം ഇടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഫോട്ടോക്ക് ഫ്രെയിം ഇടാൻ എല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് എത്ര ഫോട്ടോക്ക് വേണമെങ്കിലും ഫ്രെയിം ഇടാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. അതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. നമ്മൾ സാധാരണ ഫോട്ടോക്ക് ഫ്രെയിം ഇടല എങ്ങനെയാണ്? നമ്മൾ ഫോട്ടോഷോപ്പിലാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക, അതിന് ഫ്രെയിം ഇടുക, ഔട്ട് എടുക്കുക, അടുത്ത ഫോട്ടോ ഇടുക, ഫ്രെയിം ഇടുക, ഔട്ട് എടുക്കുക. അങ്ങനെ ഓരോ ഫോട്ടോയും ചെയ്ത് ഇപ്പോൾ ഇതൊരു 100 ഫോട്ടോ ഉണ്ടെന്ന് നമ്മൾ 24 മണിക്കൂറിന് ചെയ്താലും ചിലപ്പോൾ തീരൂല. അങ്ങനെയാണ് സാധാരണ ഫോട്ടോഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വരാറ്. ഇനി ഇല്ലുസ്ട്രേറ്ററിലാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ കുറേ ആർട്ട് ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതിലേക്ക് ഇമേജുകൾ ആഡ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് അതിന് മേലെ ഫ്രെയിം ഇട്ട് കൊടുക്കും, എന്നിട്ട് ഔട്ട് എടുക്കുക. അപ്പോൾ ഒറ്റ ഔട്ടിൽ തന്നെ ഒരു 10-50 ഫോട്ടോയൊക്കെ നമുക്ക് ഔട്ട് എടുക്കാനായിട്ട് പറ്റും. എന്നാൽ ഒരു 1000 ഫോട്ടോ ഉണ്ട്, അല്ലെങ്കിൽ 500 ഫോട്ടോ ഉണ്ട്. ആ 500 ഫോട്ടോയും എന്തായാലും നമുക്ക് ഔട്ട് കൊടുക്കേണ്ട സാധനമാണ്. അത് ജസ്റ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇന്ന് ഔട്ട് എടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് CMD യൂസ് ചെയ്യുന്നുണ്ട്, അതാ നമ്മൾ കമാൻഡ് അതൊന്ന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്നത് എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ InDesign ആണ് യൂസ് ചെയ്യുന്നത്. അഡോബിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള InDesign ആണ് യൂസ് ചെയ്യുന്നത്. ഈ 3 സോഫ്റ്റ്വെയർ വെച്ചിട്ട് ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട് എടുക്കാം. നമുക്കൊന്ന് നോക്കി നോക്കാം. അത് ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ള ഇമേജുകൾ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള ഇമേജുകൾ. ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് 57 ഇമേജുകളേ ഉള്ളൂ. ഈ 57 ഇമേജുകളിലേക്കും എനിക്ക് ഫ്രെയിം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് തയ്യാറാണ്. അതിനാണ് ഞാൻ CMD എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഞാൻ CMDയിലേക്ക് പോവാണ്, അല്ലെങ്കിൽ വിൻഡോസ് 6 CMD. ഓക്കെ, ഇവിടെ വരുന്നത് C യൂസർ P ബാസി എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇതിന് എനിക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിക്കണത് അതെങ്ങനെ കൊണ്ടുവരും, അതാണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഡിയിലാണ് എൻ്റെ ഈ ഒരു ഫയൽ കിടക്കുന്നത്, ലോക്കൽ ഡിസ്ക് ഡിയിലാണ് ഈ ഫയൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ D എന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു കീ പ്രസ് ചെയ്ത് കൊടുത്തു, അഥവാ ഡബിൾ കോളം പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഡിയിലേക്ക് ഇതിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. ഇനി ഇതിന് ഈ ഫയൽ ഓപ്പൺ ചെയ്തെടുക്കണം. ഓക്കെ, ഈ ഫയല് ലൊക്കേഷനിലേക്ക് എനിക്ക് ഈ ഒരു കോഡ് വഴി എത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ CD എന്ന് കൊടുത്തു, എന്നിട്ടൊരു സ്പേസ് ഇട്ട് കൊടുത്തു, എന്നിട്ട് ഈ ഒരു ലൊക്കേഷൻ ഞാൻ കോപ്പി ചെയ്തെടുത്തു, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ CD ക്യാമറ എന്നുള്ളത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫയൽ ലൊക്കേഷൻ എങ്ങനെ എടുക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് പോകണം എന്നൊക്കെ. അപ്പോൾ ഞാൻ C കൊടുത്തു, ഡബിൾ കോളം കൊടുത്തു. അപ്പോൾ സിയിലേക്ക് യൂസർ P ബാസി എത്തിയിട്ടുണ്ട്. ഇനി ഡെസ്ക്ടോപ്പിലേക്കുള്ള എവിടെ ഡെസ്ക്ടോപ്പ്. ഓക്കെ, ഇങ്ങനെ ഡെസ്ക്ടോപ്പുള്ള ഒരു ഫയലാണെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്കുള്ള ഫയലിൻ്റെ ഇത് കോപ്പി ചെയ്യുക, ഇവിടേക്ക് CD കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. CD കൊടുക്കുക, പേസ്റ്റ് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ആ ഫയലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ ഇപ്പോൾ തൽക്കാലം എനിക്ക് ഇവിടെ അല്ല കളി, എൻ്റെ കളി അങ്ങ് ഡിയിലാണ്. അപ്പോൾ ഞാൻ ഡിയിലേക്ക് തന്നെ പോവാണ്. ഡിയിലേക്ക് പോയി, എന്നിട്ട് ഞാൻ ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു ഫയൽ D ക്യാമറ അതിലേക്ക് കൊണ്ടുവരാണ്. CD. ഓക്കെ, ഇങ്ങനെ ക്യാമറ എന്നുള്ളതിലേക്ക് ഇപ്പോൾ ഞാൻ എത്തിയിട്ട്, അതോ എൻ്റെ ഫയൽ ലൊക്കേഷനിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് സിയിൽ എങ്ങനെ എടുക്കുക, ഡിയിൽ എങ്ങനെ എടുക്കുക എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ വന്നിട്ട് DIR. ഓക്കെ, എന്നിട്ട് നമ്മളെ ഈ അപ്പർ ഗ്രേറ്റർ ദാൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക, എന്നിട്ട് സ്പേസ് കൊടുക്കുക. എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് ആ ഒരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെന്താണോ പേര് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ടെക്സ്റ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എക്സ്റ്റൻഷനൊക്കെ കൊടുക്കുക. ഞാൻ എക്സ്റ്റൻഷൻ ഒന്നും കൊടുക്കുന്നില്ല, എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ആ ഫയലിലേക്ക് കയറി നോക്കണം. ആ ഫയലിലേക്ക് ഇങ്ങനെ കയറി നോക്കുമ്പോൾ ഇവിടെ ഒരു ഫയൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത സംഗതി. ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ഫോൾഡറിലുള്ള എല്ലാത്തിൻ്റെയും പേരുകൾ നമുക്കിവിടെ ലിസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം, നോട്ട് പാഡിൽ തന്നെ ഓപ്പൺ ചെയ്യാം. അത് വന്നിട്ടുണ്ട്.
നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫയലിലുള്ള എല്ലാ ഇമേജിൻ്റെയും പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എക്സലിലേക്ക് ഹൈപ്പർ ലിങ്ക് ചെയ്യണം. അതാണ് നെക്സ്റ്റ് പരിപാടി. ഇപ്പോൾ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. ഇത്രയും പേരുകൾ നമുക്ക് കിട്ടുക എന്നുള്ളത് 2 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. ഇനി ഞാൻ എക്സലിലേക്ക് പോവാണ്. എക്സൽ 2000. ഓക്കെ, എക്സലിലേക്ക് പോയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇതൊക്കെ പോട്ട് ഇനി ഇവിടെ അറ്റ് എന്ന് പറഞ്ഞാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഒരു സംഗതി. അറ്റ് ഫോട്ടോ എന്ത് വേണമെങ്കിലും പേരെടുക്കുക. പക്ഷെ ഈ ഒരു ഫംഗ്ഷൻ വാലിഡ് അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതില്ലാതെ നമുക്ക് ഈ ഒരു വർക്ക് മുന്നോട്ട് പോകാനേ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ലൈഫ് ഹാക്ക് യൂസ് ചെയ്യാണ്. നമ്മൾ ഒരു നോട്ട് പാഡിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വരിക. എന്നിട്ട് ജസ്റ്റ് അറ്റ് ഫോട്ടോ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഞാനിത് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ പോട്ട് ജസ്റ്റ് ഒരു ഓക്കെ, ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രശ്നമില്ല. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എവിടെ ടൈപ്പ് ചെയ്തിട്ടായാലും അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു ഫയൽ കൂടി വേണം. അത് ഞാൻ എന്തിനാന്നുള്ളത് പറഞ്ഞുതരാം. ഇത്രയും പേരുകൾ നമ്മളിവിടെ കോപ്പി ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ കുറേ സംഗതികളുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കണ്ടെന്നുള്ളതൊക്കെ പറയാം. എന്നിട്ട് ഞാൻ ഇവിടെ ഇത് പേസ്റ്റ് ചെയ്തു. നമുക്കിതിൽ വേണ്ടത് ഇതിൻ്റെ ഇമേജിൻ്റെ പേര് മാത്രമാണ്. ആ പേര് എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒറ്റ ഈ ഒരു ഇതിൽ നോക്കിയാൽ മതി. ഇതൊക്കെ ഒറ്റ പേരായിട്ടാണ് കിടക്കുന്നത്. അഥവാ ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഇതിപ്പോൾ ഞാൻ ഫുള്ള് സെലക്ട് ചെയ്യാണ്. ഇത് ഫുള്ള് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ടു കോളം എന്നുള്ള കൊടുക്കുക. എന്നിട്ട് ഇവിടെ ജസ്റ്റ് നെക്സ്റ്റ് അങ്ങനെ അടിച്ചു പോകും. എന്നിട്ട് ഒരു ഫിനിഷ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഓരോ കോളമായിട്ട് നമുക്ക് കിട്ടും. അഥവാ നമ്മളെ ടെക്സ്റ്റിനെ ഇവർ സെപ്പറേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ ടൈം വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിലുള്ള നമ്പർ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് പിന്നെ പേര് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഈ സംഗതികളെ നമ്മളെടുത്ത് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതാണ് നമുക്ക് ആവശ്യം. ഇത് ഞാൻ സെലക്ട് ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് ഇത് എവിടെ കൊണ്ടുവന്ന് വെച്ചു? ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഇത്രയും ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ വെറും ജസ്റ്റ് നമ്മൾ ഒറ്റയടിക്ക് പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും പരിപാടിയൊക്കെ നമുക്ക് തീരുക. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് വേറെ എന്തെങ്കിലും പേരിട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ട ഇതിനൊരു ഹൈപ്പർ ലിങ്ക് ആക്കി മാറ്റണം. അഥവാ ഇതിന് ക്ലിക്ക് ചെയ്താൽ ഇമേജിക്ക് എത്തണം. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സീക്വൽ ടു ഹൈപ്പർ ലിങ്ക് എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് ഈ ഒരു സ്ക്വയർ സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വേണ്ട, നമ്മളെ ഇമേജിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു നീല കളറുമായിട്ടുണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്തു? ഇത് ഫുള്ള് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഇമേജിൻ്റെ പേരൊക്കെ ഹൈപ്പർ ലിങ്ക് ആയി. ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് എത്തും? ആ ഇമേജിലേക്ക് എത്തണം. ഞാൻ ഇതൊന്ന് സേവ് ചെയ്യാണ്. Ctrl+S, കമ്പ്യൂട്ടർ, ബ്രൗസ്, ഇനി ക്യാമറ എന്നുള്ളതിൽ ആ ഫയലിൽ കൊണ്ട് സേവ് ചെയ്യാം. ക്യാമറ ജസ്റ്റ് ബുക്ക് വേണം. അത് ഫോട്ടോ എന്നാണ് പേര് എന്താ വെച്ചാൽ കൊടുത്തു. ഓക്കെ, ഞാനിപ്പോൾ ഇനി ഞാൻ ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് ഇവിടെ ഓപ്പൺ ആവുന്നത് കാണാം. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഇമേജുകൾ ഇവിടെ ഓപ്പൺ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ഹൈപ്പർ ലിങ്കായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഇവിടെ മുകളിൽ ജസ്റ്റ് എന്തെങ്കിലും ഹെഡിങ്, ഇതിലിപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഫയലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു അക്ഷരങ്ങൾ ഇവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഹെഡിങ് എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പുറത്ത് ചെല്ലുമ്പോൾ പ്രശ്നം വരും. ആ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്ക് ആവശ്യമുള്ള സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സേവ് ചെയ്യുന്നത് Ctrl+F12 ആണ്. ഇതിൽ സേവാസിന് F12 കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ CSV Macintosh എന്നുള്ളതിൽ കൊടുത്തു. ഫോട്ടോ എന്നുള്ളതിനെ പേര് കൊടുത്ത് ഓക്കെ കൊടുത്തു. യെസ് കൊടുത്തു. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പുറത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനത് ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? InDesign ഓപ്പൺ ചെയ്യാം.
ഇൻഡിസൈനിലാണ് ഇനിയുള്ള കളി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഫ്രെയിം സെറ്റ് ആക്കിയിട്ടുണ്ട് എങ്കിൽ ആ ഫ്രെയിം ഇട്ടിട്ട് ഫോട്ടോ വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഫ്രെയിം വെച്ച് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു ക്രിയേറ്റ് ഈ ഫോട്ടോവിൻ്റെ സൈസ് നോക്കിയിട്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കണേ, അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ അതിലുള്ളൊരു ഫോട്ടോ ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ ക്യാമറ ഈ ഒരു ഇമേജ് ഞാൻ ഇതിലേക്ക് ഇട്ട് നോക്കാം. അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഫ്രെയിമിനെ യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഫ്രെയിമിൻ്റെ സൈസ് കിട്ടുന്നില്ല എങ്കിൽ ഇപ്പം ഇതിൻ്റെ ഫ്രെയിം കറക്റ്റ് അല്ല, ഇതിൽ സൈസ് കറക്റ്റ് അല്ല. അത് കറക്റ്റായി കിട്ടണമെങ്കിൽ ഇവിടെ നോക്കാം. ഇതേ ഫ്രെയിം സൈസിൽ വിഡ്ത്ത് 381 25 75 ഞാൻ ആ ഒരു ഇതിൽ സെറ്റാക്കാണ്. കൺട്രോൾ N മില്ലിമീറ്റർ ആണ്. 381 200 അത് കോപ്പി ചെയ്തെടുക്കാമല്ലോ അവിടെ നിന്ന്. കൺട്രോൾ N 381 കൺട്രോൾ V ഓക്കെ കൊടുത്തു. ഇപ്പോൾ എനിക്ക് വേണ്ട ഇമേജിൻ്റെ സൈസിലേക്ക് ഈ ഒരു ഫ്രെയിം മാറിയിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഈ ഇമേജുകൾ ഫുള്ള് ഇതിലേക്ക് കൊണ്ടുവരാണ് വേണ്ടത്. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിനൊരു ഇത് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു 381, അടുത്തത് കൺട്രോൾ V കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് ഇതിവിടെ ഞാൻ ഇതിലേക്ക് കറക്റ്റ് അലൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിൽ വേണ്ട ഫ്രെയിം നമുക്ക് ആദ്യം ഇതിലേക്ക് ഫോട്ടോ കൊണ്ടുവരാനായിട്ട് ഇവിടെ വിൻഡോസിൽ യൂട്ടിലിറ്റീസിൽ ഡാറ്റ മെർജ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ഡാറ്റ മെർജ് കൊടുത്തിട്ട് സെലക്ട് ഡാറ്റ സോഴ്സ് കൊടുക്കുക. അതിൽ ക്യാമറ, ഇപ്പോൾ നമ്മൾ ഫയൽ എവിടെയാണെന്നുള്ളത് ഫോട്ടോ CSV. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സംഗതി ഫുള്ള് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഈ ഫോട്ടോ എന്നുള്ള ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്തു. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്തപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോ ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതാണിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ലാസ്റ്റ് സെറ്റപ്പ്. അത് നമ്മൾ കൊടുത്തിട്ടുള്ള ഫോട്ടോ മുഴുവൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സംഗതിയാണ്. നമുക്ക് ഫ്രെയിം ഓൾറെഡി സെറ്റ് ആണെങ്കിൽ ആ ഫ്രെയിം ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അല്ല എങ്കിൽ എനിക്കിതിലൊരു വാട്ടർമാർക്ക് രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ ഫ്രെയിം ആണെങ്കിൽ ആ ഫ്രെയിം ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇടുക, ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ എന്താണോ ഒരു കോമൺ ആയിട്ട് ചെയ്യേണ്ട സംഗതികൾ എന്തൊക്കെയാണോ അതൊക്കെ ഇതിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ പിക്സോസ് എന്നുള്ള ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റണം. ഫോണ്ട് ഇതാണ് എനിക്ക് ചെയ്യാണ്ടായിരുന്ന വാട്ടർമാർക്ക് അല്ലെങ്കിൽ എൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയതാണ്. എല്ലാ ഫോട്ടോയിലും എങ്ങനെ വരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, ഇനി ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രെയിം സെറ്റാണ്, ഫോട്ടോയും ഇതിൽ സെറ്റാണ്. ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ എക്സ്പോർട്ട് കൊടുക്കുക, അഥവാ ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരും, ആൾ റെക്കോർഡ്, സിംഗിൾ റെക്കോർഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ആവശ്യമുള്ള പാർട്ട്. അപ്പോൾ 1 മുതൽ 10 വരെയാണ് ഈ ഒരു ഫ്രെയിമിൽ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഔട്ട് എടുക്കുക. എന്നിട്ട് അടുത്ത ഫ്രെയിം ഇട്ട് കൊടുത്തിട്ട് അടുത്ത ബാക്കിയുള്ള ഔട്ട് എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ സിംഗിൾ റെക്കോർഡ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റെക്കോർഡ്, അഥവാ മൾട്ടിപ്പിൾ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രെയിമിൽ തന്നെ കുറേ സംഗതികൾ ആഡ് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ്. ഇതാണ് ഈ രീതിയിൽ ഒന്നിന് എത്ര സൈസ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള അതിൽ അറേഞ്ച് ചെയ്ത് വരും എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ടുള്ള സംഗതിയൊക്കെയാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ലോഡിങ് വരുന്നു. എന്നിട്ട് വെൻ ജനറേറ്റ് മാർജിൻ റെക്കോർഡ് എന്നുള്ള ചോദിക്കുന്നത് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇതിലിവിടെ ഫ്രെയിം വന്നിട്ടുണ്ട്, ഇതിൽ ഫ്രെയിം വന്നിട്ടുണ്ട്, ഇതിൽ ഫ്രെയിം വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഇമേജിലും ഫ്രെയിം വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്കൊരു PDF രൂപത്തിൽ, അഥവാ കുറേ പേജുകളുള്ളൊരു ബുക്ക് രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഓരോ ഇമേജുകളായിട്ട് എക്സ്പോർട്ട് ചെയ്യണം. അത് സിമ്പിളാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ അറേഞ്ച് ഇതിന് വലുപ്പം കൂട്ടണം എന്നുണ്ടെങ്കിലൊക്കെ ഇമേജിന് വലുപ്പം, ഇമേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇമേജ് ഇങ്ങനെ കണ്ടാൽ പോരാ, വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അതൊക്കെ ആവശ്യാനുസരണം ചെയ്ത് കൊടുക്കാം.
ചിലതിൽ മാത്രമാണ് ചെയ്യേണ്ടതെങ്കിലൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഫ്രെയിം സെറ്റായി, നമുക്ക് എന്താണ് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് എന്താണ് കൺട്രോൾ ഇ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഒരു രീതിയിൽ വരും. അല്ലെങ്കിൽ എന്താണ് ഡോക്യുമെന്റ് പ്രീസെറ്റ് പാക്കേജ് ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള ഐക്കൺ ഉണ്ട്, എക്സ്പോർട്ട് എന്നുള്ളത് കൊടുക്കുക. ഞാൻ എന്നിട്ട് എനിക്ക് വേണ്ട ഫയൽ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു, Ctrl+Shift+N എന്നിട്ട് ഒരു ഫയൽ ഫ്രെയിം സെലക്ട് ചെയ്തു. ഫ്രെയിം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പേരിട്ട് കൊടുത്താണ്ട് ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ കോമൺ ആയിട്ട് വരുന്നതാണ്, എനിക്കിപ്പോൾ ഇതിൽ പിക്സോസ് എന്നാണ് ഇതിൽ കോമൺ ആയിട്ട് വരേണ്ട ഒരു പേര്. അപ്പോൾ പിക്സോസ് എന്ന് കൊടുത്തു, എന്നിട്ട് സേവ് കൊടുത്തു. ഇവിടെ നമ്മളിങ്ങനെ സെലക്ഷൻ വരുന്ന സമയത്ത് സെലക്ട് ചെയ്തിട്ടുള്ള ഇമേജ് മാത്രമാണോ വരേണ്ടത്, അതോ എല്ലാതും ഔട്ടായിട്ട് കിട്ടണോ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്ക് മൊത്തത്തിൽ ഔട്ടായിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു. പിന്നെ ക്വാളിറ്റിയിലൊക്കെ അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായി ഇമേജുകൾ വരുന്നതായിട്ട് കാണാം. ഓരോ ഫോട്ടോയും എക്സ്പോർട്ടായി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് നോക്കി നോക്കാം, എല്ലാത്തിലും ആ ഒരു ഫ്രെയിം വന്നതായിട്ട് നമുക്ക് കാണാം. ഇതാണ് ഇന്നത്തെ മെയിനായിട്ട് പറയേണ്ടുന്ന സംഗതി. ഇത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. ഓരോ ഫോട്ടോയിൽ ഇതിട്ട് കണ്ട് ഔട്ട് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ടാസ്കുള്ള കേസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഫോട്ടോകൾക്ക് ഫ്രെയിം ഇടുക എന്നുള്ളതാണ്. അതോ സിമ്പിളായിട്ടുള്ളൊരു ജസ്റ്റ് നമ്പർ ഓഫ് ക്ലിക്സിൽ എന്താണ് എങ്ങനെ നമുക്ക് ഫ്രെയിം ഇടുക എന്നുള്ളതാണ്. മറ്റേ നമ്മൾ കുറേ നേരം ഇതിന് ടൈം ചിലവാക്കുന്നിടത്ത് നമുക്ക് സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് പണി തീർത്ത് ഇത് എക്സ്പോർട്ടിനായിട്ട് നമുക്ക് പോകാം. അതാ കുറേ ഇമേജ്, ഇപ്പോൾ ഒരു 1000 ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ റൺ ആയിക്കോളും. നമ്മൾ പണി ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസിന് വേണ്ടിയിട്ട് പിക്സോസ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ആവശ്യമുള്ളവർക്കൊക്കെ എത്തിക്കുക. ഏതായാലും അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഔട്ട്.